പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ നന്ദിയോട് ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം വന്ന സമയം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമ്മൾ പലർക്കും നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിഷയങ്ങളും വെച്ച് ദൈവത്തിൻ്റെ ദാസനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ ലഭിക്കാനായി കർത്താവിനെ ആകട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മനോഹരമായി അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹന്നയുടെ ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, അനേക തവണ ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുകയും ഈ സ്റ്റേജിൽ തന്നെ അനേക പ്രസംഗങ്ങൾ ഇതിനോട് ബന്ധത്തിൽ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എളിവനും കൂടി എന്താണ് സംസാരിപ്പാനുള്ളതെന്ന് നമുക്ക് അത് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. എൻ്റെ മെസ്സേജിനൊരു തലക്കെട്ട് കൊടുത്താൽ Pain is for prayer. വേദന പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളതാണ്. വേദനയെ പല വഴിക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. വേദനയെ നമുക്ക് സ്വയം കുറ്റപ്പെടുത്താൻ പറ്റും, സ്വയം ശപിക്കാൻ പറ്റും. വേദന മൂലം നമുക്ക് വീട്ടിലുള്ളവരോട് ചൂടാകാൻ പറ്റും. വേദന മൂലം നിരാശരാകാൻ പറ്റും. വേദന മൂലം മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. പ്രൈസലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ സഹോദരിയെ പറ്റി എഴുതിയിരിക്കുന്നവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇത് നല്ല ചെറിയ ഫാമിലി, എൽക്കാനയുടെ ഫാമിലിയെ പറ്റി നമുക്കറിയാം. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ എപ്രകാരം വായിക്കുന്നുണ്ട്? ഞാനത് എടുത്തു പറയാം. 4 പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞിട്ടാണ് എൽക്കാനയെ നമുക്ക് പരിചയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അഡ്രസ്സുള്ളവരാണ്. സ്തോത്രം. നമ്മളാണ് മലയാളികളാണ് കുറേ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രസിദ്ധിയായി കഴിയുമ്പോൾ പിതാവിനെ മാറ്റി നിർത്തും. പിന്നെ സ്ഥലത്തിൻ്റെ പേരായിരിക്കും നമ്മുടെ പിതാവ്. അവിടെ രാഷ്ട്രീയക്കാർ ഒത്തിരി പേരുണ്ട്, പ്രാസംഗികരുണ്ട്. അങ്ങനെ നമ്മുടെ ഫാദറിൻ്റെ സ്ഥാനത്ത് അങ്ങനെ നമ്മളെ സ്കൂളിൽ കൊണ്ടുവച്ചപ്പോൾ ചേർത്തപ്പോൾ പുള്ളിയുടെ പേരൂടെ ഇട്ട നമ്മളെ ചേർത്ത്. കുറച്ച് കഴിഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് സാജൻ പാമ്പാടി. സാജൻ്റെ പേര് പറഞ്ഞതന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ പേരുകൾ മാറ്റുന്നത്, പെട്ടെന്ന് അറിയാനും. എന്നാൽ തിരുവചനം നമ്മൾ പരിശോധിച്ചാൽ പേരുകൾക്ക് വളരെ പ്രാധാന്യമാണ്. സ്വാതന്ത്ര്യം. എൽക്കാനെ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് സൂഫിയുടെ മകനായ തോഹുവിൻ്റെ മകനായ ഏലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ എൽക്കാന. അപ്പോൾ 4 പിതാക്കന്മാരെ പുറകോട്ടിറങ്ങിയാണ് എൽക്കാനെ നമുക്ക് പരിചയപ്പെടുന്നത്. നമ്മുടെ വളരെ സന്തുഷ്ടമായൊരു കുടുംബമാണ്. 2 ഭാര്യമാർ. ഒരാളുടെ പേര് പെനീനയും മറ്റേ ആളുടെ പേര് ഹന്നയും. നമുക്കറിയാം, സൺഡേ സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. എൽക്കാന നല്ലൊരു ഹസ്ബൻഡാണ്. തിരുവനന്തപുരത്തിൽ കാണുന്ന നല്ല ഹസ്ബൻഡുകളിൽ ഒരാളാണ് എൽക്കാന. എനിക്ക് പൊതുജീവിതത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഹസ്ബൻഡാണ് മറിയുടെ ഹസ്ബൻഡ് ജോസഫ്. ഞാനത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ തൻ്റേതല്ലാത്തൊരു ശിശുവിനെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന
യുവതി വഹിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും വളരെ സന്തോഷത്തോടെ അവളെ ചേർത്തുകൊണ്ട് ദൈവാത്മാ ഇടപെട്ടുണ്ടാവും. എന്നിട്ട് സെൻസസ് എടുക്കാനായിട്ട് ഇതിനെ കൂട്ടി പോകുന്നു. ആ സമയത്ത് ഡെലിവറി പെയിൻ തുടങ്ങുന്നു. നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും. ഓരോ വീടിൻ്റെ വാതിലുകൾ മുട്ടുന്നു. ഒടുവിൽ എവിടെയാണ് ഡെലിവറി ആയെന്നറിയത്തില്ല, പശുത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് നാം വായിക്കുന്നത്. ഒരു സമാധാനമായി എന്ന് വിചാരിച്ച് പേരുമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, അങ്ങനെയല്ല, നീ രാത്രി കൊച്ചിനെ എന്നുള്ളതും കൊണ്ട് അവിടെ പോകണം, മിസ്രൈമിലേക്ക് പോകണം, എനിക്ക് സ്വന്തമല്ലെന്ന് ഓർത്തോണം. അവിടെ ചെന്ന് കുറച്ചാൾ സെറ്റിലാകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പറയുന്നത്, നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം മരിച്ചുകൊണ്ട് നീ തിരിച്ച് ഗലീലയിലേക്ക് പോകണം. സ്തോത്രം. അവിടെ വന്ന് സെറ്റിലാകാൻ ആഗ്രഹിച്ചപ്പോഴാണ് നസറത്തിലേക്ക് പറഞ്ഞുവിടുന്നത്. എനിക്ക് എത്ര അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്. എൽക്കാന ഇതുപോലാണ്. എൽക്കാന ഒരു ഭയങ്കര മോട്ടിവേറ്ററായിരുന്നു. നന്നായിട്ട് ഭാര്യയോട് സംസാരിക്കും. ഭാര്യയോട് പറഞ്ഞ്, നീ ഇങ്ങനെ കരഞ്ഞ് പട്ടിണി കിടക്കുന്നത് എന്തിന്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ എന്തൊരു നല്ല മോട്ടിവേഷനാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അന്നയുടെ കരച്ചിൽ നിന്നില്ല. എൽക്കാന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എല്ലാ വർഷവും ശീലോവിലേക്ക് പോയി ആലയത്തിൽ താൻ യാഗം കഴിക്കുമായിരുന്നു. യാഗം കഴിച്ച് മടങ്ങി വരുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഓഹരി കൊടുക്കും. അന്നയ്ക്കും അവൻ ഇരട്ടി കൊടുക്കും. 500 ഗ്രാം വീതമാണ് യാഗത്തിൻ്റെ ഓഹരി. പെനീനിക്കും മക്കൾക്കും കൊടുത്തെങ്കിൽ അന്നയ്ക്ക് 1 കിലോ കൊടുക്കും. ഇതുകൊണ്ടൊന്നും ഹന്നയുടെ ദുഃഖം മാറിയില്ല. സ്തോത്രം. ഹന്ന ഒരു വശത്ത് ഭർത്താവ് അഗാധമായി അവളെ സ്നേഹിക്കുകയും അവളുള്ളതായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അവളോട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് അവളുടെ പ്രതിയോഗി അവളെ വല്ലാതെ മോഷിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രതിയോഗി ചെയ്തിരുന്നത്? 6-ാം വാക്യം സാംസൺ എന്ന് വായിച്ചത്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവൾ അവളെ അന്നെ ശ്രദ്ധിക്കണം. ഇത്രയൊരു വീടിനുള്ളിൽ 2 സ്ത്രീകൾ തന്നുള്ളതാണ് ഒരു വീട്ടിൽ. ജോയിന്റ് ഫാമിലി പോലും നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് അവസാനിക്കുക. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ പെനീന വളരെ ശക്തമായി ഇവിടെ ഉപദ്രവിച്ചു, പരിഹസിക്കുന്നു, വേദനിപ്പിക്കുന്നു, ആക്ഷേപിക്കുന്നു ഒക്കെ ചെയ്തിട്ടും അന്നെ ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞതായിട്ട് വായിക്കുന്നില്ല. സ്തോത്രം. അന്നെ അതിന് പകരമായി ചെയ്തത് അവൾ എന്ത് ചെയ്തു? സ്തോത്രം. അവളെ വ്യസനിപ്പിക്കാൻ തക്കോളം അവളെ മുഷിപ്പിച്ചു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. ഇതേ ഉള്ളൂ. എപ്പോ പെനീന ഇവളെ മുഷിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ കരയും, പട്ടിണി കിടക്കും. അപ്പൊ നമുക്ക് ആ സാധു സ്ത്രീയുടെ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു. ഒന്നിനോട് പ്രതികരിക്കാത്ത, ഹല്ലേലൂയ, വീട്ടിലൊരു അവഗണിക്കപ്പെട്ടവളായിരുന്ന ആ സഹോദരി. സ്തോത്രം. എന്നാൽ ഭർത്താവ് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഭർത്താവ് എത്ര സപ്പോർട്ട് കൊടുത്താലും പോരാന്ന് അഭിപ്രായമുള്ളവരാണ് ഭൂരിഭാഗം സഹോദരിമാരും. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതങ്ങനെയാണ്, എൻ്റെ നേച്ചർ അങ്ങനെയാണ്, പോരാന്നുള്ള അഭിപ്രായമാണ്. എന്നാൽ ഇവിടെ അന്നയ്ക്ക് അതിലും ഒരു പരാതിയില്ല. സ്തോത്രം. പെനീന വളരെ കാര്യമായി അവളെ ശുശ്രൂഷിച്ചു. അങ്ങനെ അവർ ഒന്നിച്ച് ഒരു വർഷം ശീലോവിലേക്ക് പോവുകയാണ്. അവൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഹന്ന നേരെ ആലയത്തിലേക്ക് വന്നു. അതാണ് നാം വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 9-ാം വാക്യമാണ്. അവർ ശീലോവിൽ വെച്ച് കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയുടെ, ഇതാണ് ഞാൻ വായിച്ച വാക്യം. എല്ലാവരും അവരുടെ കാര്യം നോക്കാൻ പോയപ്പോൾ
വേദനയുള്ളതായ, പെയിൻ ഉള്ളതായ, അല്ലെങ്കിൽ മനോവേദന അനുഭവിക്കുന്ന ഈ സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന, ഈ വാക്യം ഞാൻ എടുത്ത് പ്രസംഗിക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച മുതൽ എനിക്ക് ശരീരത്തിൽ സൂചി കുത്തുന്ന ഒരു വേദനയാണ്. ഞാനൊരു ആശ്വാസത്തിന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനയാണ് ദേഹം മൊത്തം. പുള്ളിക്കാർ പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ കാലുവേദനയെ പകുതി എടുക്കാമെങ്കിൽ ഞാൻ അച്ഛൻ്റെ വേദന ഷെയർ ചെയ്യാം. അത് നടക്കുന്ന കാര്യമാണ്. അവനവൻ്റെ വേദന അവനവൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇത് ഷെയറബിളല്ല. സ്തോത്രം. ഹന്ന വളരെ മനോവ്യസനത്തോടെ കരയുകയാണ്. എന്താണ് കാരണം? ഈ വീട്ടിൽ നല്ല ട്രീറ്റ്മെന്റ് ഇല്ലയോ? ഭർത്താവ് നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ലയോ? എന്താണ് ഹന്ന കരയുവാൻ കാരണം? ഗോഡ് ഹാസ് ബ്ലോക്ക്ഡ് ഹെർ ബ്ലെസ്സിങ്സ്. സ്തോത്രം. ദൈവം അവളുടെ അനുഗ്രഹത്തെ തടഞ്ഞിരുന്നു. സ്തോത്രം. അത് ഹന്നയ്ക്കറിയില്ല, അവളെ വ്യസനിപ്പിക്കുന്ന ബെനീനിക്കറിയില്ല, അവളെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന എൽക്കാനിക്കറിയില്ല, ആ സാലറ്റിലിരിക്കുന്ന ഏലിക്കറിയില്ല, എന്താണ് സംഗതി എന്ന് അവൾക്കറിയില്ല. എന്നാൽ അവൾക്ക് മനോവ്യസനമുണ്ട്. അവൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മളുടെ മനോവ്യസനവും നമ്മളുടെ ശരീരത്തിന്റെ വേദനയും നമ്മുടെ ഭാരവും ഒക്കെ നമ്മൾ ഏത് വിധത്തിൽ വിനിയോഗിക്കുന്നുണ്ട്? സ്വയം എനിക്കെപ്പോഴും വേദനയാണ്, എനിക്കെപ്പോഴും അസുഖമാണ്, ഇങ്ങനൊരു ഒരു ജീവിതമായി പോയല്ലോ എൻ്റെന്നൊക്കെ നമ്മൾ ഭാരപ്പെടുകയും വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേദന വരുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാത്തവരാണ് നമ്മളിൽ ഏറിയ വന്നു. സ്തോത്രം. എന്നാൽ വേദനയുള്ള ഹൃദയത്തോടു കൂടി പ്രാർത്ഥിപ്പാനിരുന്നാൽ ഇന്ന് രാത്രി ഞാൻ അരക്കെട്ട് ഉറപ്പിച്ചൊരു കാര്യം പറയാം. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയമായി നൽകിയിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഏത് വിഷയത്തിൽ വേദന അനുഭവിക്കുന്നു, ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ ഒന്നും നമുക്കറിയില്ല. പരസ്പരം ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ഒരുപാട് വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹന്ന വളരെ കരഞ്ഞു. കാരണം ഇതാണ്, ദൈവം അവളുടെ അനുഗ്രഹത്തെ തടഞ്ഞിരുന്നു. എന്തിനാണ് ദൈവം ഈ അനുഗ്രഹത്തെ തടഞ്ഞത്? അങ്ങനെ ദൈവം ചെയ്യും. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കനാൻ നാട്ടിൽ പ്രവേശിച്ചു. കനാൻ നാട്ടിന്റെ ഒരു ഭാഗത്തേക്ക് പ്രവേശിച്ചു യോശുവയുടെ നേതൃത്വത്തിൽ. ജനമാകെ പകച്ചു നിൽക്കുകയാണ്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആര് നേതൃത്വം കൊടുക്കണം, ആരെങ്ങോട്ട് പോകണം ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളിൽ 6 യുദ്ധത്തിന് പുറപ്പെടണം, എല്ലാ ശത്രുക്കളെയും കീഴടക്കിയിട്ടല്ല യോശുവ മരണപ്പെട്ടത്. യോശുവ പോകുന്നതിന് മുൻപേ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് തന്റെ സാക്ഷ്യം പറഞ്ഞു. ദൈവമായ യഹോവയാണ് നമ്മളെ ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് പ്രിയ ജിബി സംസാരിക്കുന്ന നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമായ യഹോവയാണ് നമ്മളെ മരുഭൂമിയിൽ അത്ഭുതകരമായി നടത്തിയതും ഈ യോർദാൻ പുലർന്ന് നമ്മളെ ഇക്കരെ കൊണ്ടുവന്നതും. എന്നിട്ടും നദിക്ക് അക്കരെ വെച്ച് നിങ്ങൾ സേവിച്ച ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം. സ്തോത്രം. എന്നാൽ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. നമ്മൾ പലരും ഈ വാക്യം എഴുതി വീടിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബമോ. ഒരു വലിയ ജനത ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല, മാറിപ്പോയി. യോശുവ പറഞ്ഞതും ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർത്തിട്ടും നിങ്ങൾക്ക് പിന്നെ നല്ലത് തോന്നുന്നത് അതാണെങ്കിൽ പിന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്നൊക്കെ പറഞ്ഞു. 130 വയസ്സുള്ളവനായി സകല ഭൂവാസികളുടെയും വഴിയായി യോശുവ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം വാക്യം വായിക്കും. ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹോവ എങ്ങനെ കൽപ്പിച്ചു? യഹൂദ പുറപ്പെടട്ടെ, യുദ്ധം ചെയ്യുകയാണ്. എന്തിനാണ്? പല രാജാക്കന്മാരുടെയും
നാട്ടുരാജാക്കന്മാരുടെയും രാജ്യങ്ങൾ ഇനി കീഴ്പ്പെടുത്താനുണ്ട്. അത് വെറുതെ കീഴ്പ്പെടുകയില്ല, യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം. നമ്മുടെ ആത്മീയ ജീവിതത്തോട് തുലനം ചെയ്ത് വേണം ഇസ്രായേൽ മക്കളുടെ യാത്രയും കനാൻ പ്രവേശവും ഒക്കെ പഠിക്കാൻ 2-3 ആഴ്ചയായി ജീവി പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് ശത്രുവിനോട് പോരാട്ടമുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തണം. അക്ഷരീയമായിട്ടുള്ള ഫൈറ്റിങ് നമുക്കില്ല. എന്നാൽ ഹല്ലേലൂയ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന പൗലോസ് പറഞ്ഞത് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. യഹൂദ പുറപ്പെടട്ടെ എന്ന് യഹോവ പറഞ്ഞപ്പോൾ യഹൂദ ചിലരെ കൂടി സഹായത്തിന് വിളിച്ചു. ചിലയിടത്തൊക്കെ അവർ യുദ്ധത്തിന് ജയിച്ചു, ചിലയിടത്തൊക്കെ അവർ അൻപേ പരാജയപ്പെട്ടു. ബെന്യാമിൻ ഗോത്രമൊക്കെ ആകെ തകർന്നു പോയി, നമുക്കറിയാം. അങ്ങനെയാണ് ന്യായാധിപന്മാരെ എഴുന്നേൽക്കുന്നത്. റൂളേഴ്സ് അല്ലെങ്കിൽ ജഡ്ജസ്, ഏതാണ്ട് 8 ന്യായാധിപന്മാർ അവരെ ന്യായപാലനം ചെയ്തു. 200-230 കൊല്ലത്തോളം അവർ ന്യായാധിപന്മാരുടെ കീഴിലായിരുന്നു. ആദ്യത്തെ ന്യായാധിപന്റെ പേര് പറയാം, ഒന്നിയ. അടുത്ത പേര് ഒടുവിലത്തെ കാന്തന. ന്യായാധിപന്മാർ സാംസൺ. ചുമലുണ്ട്, അത് അവിടെയൊക്കെയാണ് വരുന്നത്. ഒരു കാലഘട്ടം ന്യായാധിപന്മാരോട് ഇടപെടുവാൻ കഴിയാതെ ദൈവത്തിന് സംസാരിക്കാൻ ഒരാളില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഹന്നയുടെ അനുഗ്രഹത്തെ ദൈവം ബ്ലോക്ക് ചെയ്തത്? ഹന്നെ എന്തുകൊണ്ട് കരയിച്ചു? ഹന്നെ എന്തുകൊണ്ട് കരഞ്ഞു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരിശോധനകളും വേദനകളും നമുക്കതൊക്കെ ഒരു ദുർവിധിയായിട്ടും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നിയാൽ, നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, അതിൻ്റെ ഒക്കെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ മാനസിക ക്ലേശത്തോട് പോകേണ്ട സന്ദർഭങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകളോട് പോകേണ്ട സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഹല്ലേലൂയ വേദനയെ എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിടാമെങ്കിലും, ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്നവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ ന്യായപാലകനായി ഒത്നിയേൽ കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോശുവയോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച കാലേബ് ഒരു വിളംബരം ചെയ്തു. എന്തായിരുന്നു കാലേബ് ചെയ്ത വിളംബരം? ആര്? ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു കൊടുക്കുന്നത്. അങ്ങനായിരുന്നു ഓരോ രാജ്യം പിടിച്ചു. ഒത്തിരി പിന്നെ ഒന്നും നോക്കിയില്ല. എന്താണ്? എൻ്റെ മകൾ അക്ഷയവന് ഭാര്യയായിട്ട് കൊടുക്കും. അങ്ങനെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെയാണ്. ആര് കീഴ്പ്പെടുത്തുന്ന അവനെൻ്റെ ആ കൊച്ചിനോട് ചോദിച്ചിട്ടൊന്നുമില്ല. നിനക്ക് ഈ ഒത്തിരിനെ വേണോ അതോ ഇഷ്ടമാണോ? അതൊക്കെ ഇവിടാണ് കേട്ടോ. അന്നൊക്കെ അപ്പന്മാർ പറയുന്നു കൂടെ പോകുന്നുള്ളത്. അങ്ങനെ ഒന്നാമത്തെ ന്യായാധിപനായിട്ട് ഒത്തിയേൽ വന്നു. അവർ 8 പേര് മാറി മാറി ന്യായപാലനം ചെയ്ത ഒരു സ്ത്രീ വന്നു. അതാരാണ്? ദബോര. ഇവരുടെ എല്ലാം ഭരണം പരാജയമായിരുന്നു. സ്തോത്രം. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആലയത്തിൽ യാഗങ്ങൾ നടക്കുന്നില്ല. നടക്കുന്ന യാഗങ്ങൾ തന്നെ പൂർണ്ണമാകാതെ ഏലിയുടെ മക്കൾ യാഗത്തെ തടസ്സപ്പെടുത്തുന്നു. അവർക്ക് ഫ്രഷ് മീറ്റ് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് യാഗം ദഹിച്ച് മേധസ് ദൈവം മണക്കുന്നതിന് മുൻപ് തന്നെ യാഗപീഠത്തിൽ നിരത്തുന്ന ആ മാംസതുണ്ടങ്ങൾ അവരെടുത്തുകൊണ്ട് പോകും. ദൈവത്തിനുള്ളതെല്ലാം അവർ കൊണ്ടുപോവുക. ജനം മാംസവുമായിട്ടും ആടുമായിട്ടും ഒക്കെ വന്നിട്ട് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുമ്പോൾ അവരെ വിലക്കേണ്ട ആ പുരോഹിതൻ അത് ചെയ്യാതെ അദ്ദേഹം വിലക്കി കേട്ടോ. വിലക്കിയില്ലെന്ന് പറയാൻ പറ്റില്ല. മക്കളെ, നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഈ കേൾവി നന്നല്ല. ഇങ്ങനെ പോയാൽ എൻ്റെ കസേര തെറിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിൽ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ ആ കാലത്തെ യഹോവയുടെ വചനം കേൾക്കാനേ ഇല്ല, പ്രസംഗമേ ഇല്ല. ആലയത്തിൽ ശുശ്രൂഷകളൊന്നും നടക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തിന് സംസാരിപ്പാൻ ആളില്ല.
സ്തോത്രം. ദൈവത്തിന് ഇടപെടുവാൻ, ദൈവത്തിന് തന്നെ ദൂതറിയിപ്പാൻ ഹല്ലേലൂയ അന്വേഷിച്ചിട്ട് ആ തലമുറയിൽ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ഭയാനകമായ അവസ്ഥയാണ്. സ്തോത്രം. ഒരു പുതിയ തലമുറയെ ദൈവം ഇവിടെ വാർത്തെടുക്കുകയാണ്. അതിനുവേണ്ടി ദൈവം ചെയ്തത് ഹന്നയുടെ അനുഗ്രഹത്തെ തടയുകയാണ്. സ്തോത്രം. ചില അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ദൈവം ഹന്നയാണ് ടാർഗറ്റ് ചെയ്തതെന്നല്ല. ഹി വാസ് ടാർഗറ്റിംഗ് സാമുവേൽ. ഹല്ലേലൂയ. അതിനപ്പുറത്തൊരു ഹല്ലേലൂയ കാഴ്ചപ്പാടും അതിനപ്പുറത്തൊരു അറേഞ്ച്മെന്റും ദൈവത്തിനുണ്ടായിരുന്നു. ഇസ്രായേലിലെ പല കന്യകമാരും അല്ലെങ്കിൽ പല അമ്മമാരും കുഞ്ഞുങ്ങളെ ധാരാളമായി പ്രസവിക്കുന്നുണ്ട്. ആരും ദൈവസന്നിധിയിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനമെടുക്കുന്നില്ല. ദൈവത്തിന് സംസാരിക്കാൻ ആളില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന് നമ്മൾ ഇടപെടുവാനും സംസാരിപ്പാനും ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. തന്റെ ദൂത് നമ്മളെ അറിയിപ്പാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന് ഹല്ലേലൂയ ആ താല്പര്യമുണ്ടെന്നുള്ള വിഷയം എല്ലാവരും അറിഞ്ഞുകൊള്ളണം. ആരെ കിട്ടും? ഈ തലമുറയിൽ ആരുമില്ല. അങ്ങനെ ദൈവം ഒരാളെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഒരുക്കൽ പദ്ധതിയാണ് ഹല്ലേലൂയ. ദൈവം ഹന്നയുടെ അനുഗ്രഹത്തെ തടഞ്ഞു. അതിൻ്റെ പുറകിൽ ഒരുപാട് പരിഹാസങ്ങൾ വന്നു, ഒരുപാട് വേദനകൾ അവൾ അനുഭവിച്ചു. എന്നാൽ അവൾ പ്രാർത്ഥിപ്പാനായി ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു തീരുമാനം? സ്തോത്രം. 11-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പുരോഹിതന് തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. കാരണം അവളുടെ മനോവേദന അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാനിവിടെ കൂടിയിരിക്കുന്നത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വയ്യാത്തൊരു വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ആരോടും പറയാൻ വയ്യ, എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ വയ്യ, സഹോദരങ്ങളോട്. ചില സഹോദരങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ട്രെൻഡൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ടത്തെ സഭകളിൽ ഒരു വിഷയം ഉണ്ടായാൽ മുഴുവൻ തുറന്നു പറയും. അപ്പോൾ സാക്ഷിയൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. കുഞ്ഞുങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നു, എഴുത്തില്ലായിരുന്നു, അവിടെ ബോംബെ നടന്ന കാര്യങ്ങൾ മൊത്തം പറയും. ആ സിൻസിയർ ഹാർട്ടിൽ നിന്നാണ് പറയുന്നത്. കാലം കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞമ്മ വിളിച്ചത് തന്നെ പരസ്പരം കളിയാക്കി പറയാൻ തുടങ്ങി. പിന്നെ ഇയാൾ സാക്ഷിക്ക് എണീക്കുമ്പോഴേ പുള്ളിയുടെ സാക്ഷി മറ്റുള്ളവർ ആവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഈ പുള്ളി എന്ത് ചെയ്തു? സാക്ഷി പറയുന്നത് അങ്ങ് നിർത്തി. വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സിൻസിയർ ഫീലിംഗ് നമുക്കില്ലെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാൻ തോന്നത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തിനാ അവിടെയൊക്കെ പോയി പറയുന്നു വിചാരിക്കും. അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ആരും വിചാരിക്കണ്ട. സ്തോത്രം. നീ പറയുന്നത് ദൈവസന്നിധിയിലാണ്. ഒരു സഹോദരനും സഹോദരി അത് ഏറ്റെടുത്തില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്താണ് നിന്റെ ആവശ്യം പറയുന്നതെങ്കിൽ എങ്ങനെ വേണേലും വ്യാഖ്യാനിച്ചോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എന്റെ ഈ വിഷയം ഞാൻ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഹല്ലേലൂയ ദൈവം ആ വിഷയം ഏറ്റെടുക്കും. ഹല്ലേലൂയ. മറുപടി ദൈവം അയക്കും. അന്നയോട് കൂടെ പ്രാർത്ഥിപ്പാൻ ഒറ്റ മനുഷ്യരില്ല. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു, കേൾക്കാനെ ചെയ്തുവെങ്കിലും കൂടിയിരുന്നില്ല പ്രാർത്ഥിക്കാൻ. ഇല്ല, നമ്മളൊന്നും വായിക്കുന്നില്ല. അവൾ ഏകയായിട്ട് പ്രാർത്ഥിച്ചു, ശബ്ദം കേൾക്കാതെ പ്രാർത്ഥിച്ചു.
സ്തോത്രം. ചിരി മാത്രം അല്ലേ, ചുണ്ടുകൾ മാത്രം വിതുമ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആലയത്തെ നടത്തേണ്ട പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു പോയി. അവൾ പറഞ്ഞു, ഞാൻ അങ്ങനല്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ. എന്നാൽ ആ പുരോഹിതന്റെ അനുഗ്രഹമാണ് ഒടുവിൽ അവൾക്ക് അനുഗ്രഹമായിട്ട് വന്നത്. വേറൊരു ദൈവശബ്ദം അവളവിടെ കേട്ടില്ല കേട്ടോ. പുരോഹിതൻ എന്താ പറഞ്ഞത്? 17-ാം വാക്യത്തിൽ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഭയങ്കര ഒരു ടെൻഷനും ഇല്ല എന്ന് മനുഷ്യർ വിചാരിക്കുന്ന രീതിയിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. പെണ്ണിനെ ഒന്ന് നോക്കി പലപ്പോഴും പഴയ പോലെ തന്നെ പരിഹാസം കൊണ്ടൊക്കെ വന്നിട്ട് ഇവിടെ കരയുന്നില്ല. അല്പം കൂടി ഡോസ് കൂട്ടി ഒരു പരിഹാസം അയച്ചു. പരിഹാസം എന്താണെന്ന് നമുക്ക് പറയണ്ട. ഇപ്പോൾ ശരിക്ക് നന്നായിട്ട് പരിഹസിച്ച് നോക്കിയിട്ട് ഹന്നയ്ക്കൊരു കൂസലുമില്ല. സ്തോത്രം. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു എന്നൊരു വിശ്വാസം അവൾക്കുണ്ടെങ്കിൽ പിന്നെ അവളുടെ മുഖം വാടി. സ്തോത്രം. വേദനയെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചുവിടാം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, തനിയെ പോയിരുന്ന ഒരുപാട് കുറ്റം പറയാം. ആരും എൻ്റെ വേദന അറിയുന്നില്ലല്ലോ, അത് ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാം. സ്തോത്രം. എല്ലാവർക്കും ഭയങ്കര സുഖമാണല്ലോ, എനിക്ക് മാത്രമേ വേദന ഉള്ളല്ലോ എന്നും ചിന്തിക്കാം. ഹന്ന ഇതൊന്നും ചെയ്തില്ല. ദൈവത്തോട് അവളുടെ ഹൃദയത്തെ മാറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹൃദയം ദൈവസന്നിധിയിൽ പാരുന്നവർക്ക് മറുപടിയില്ല. ഹല്ലേലൂയ. എത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മളെ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ആരെല്ലാം മാർക്കിട്ടാലും നമ്മുടെ ഹൃദയത്തിന്റെ വേദന ദൈവസന്നിധിയിൽ പകരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനൊന്നും ഒരു റെക്കമെൻഡേഷനും അല്ലെങ്കിൽ ഒരു പിന്തുണ എങ്ങൊന്നും കിട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ അതിന് ഇന്ന് രാത്രി മറുപടി ഉണ്ടെന്നുള്ള വിഷയം, ഒരു വിവരം ഇന്ന് രാത്രി ഞാൻ ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രസ്താവിക്കുന്നു. ചിലരെ കരയിപ്പിക്കുന്നവരുടെ രോഗമാണ്, ചിലരെ കരയിപ്പിക്കുന്നവരുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരമാണ്. ഒരു ഭാരമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ അവരുടെ അടുത്തേക്ക് ഏതാണ് അറിയാം, അവർക്കുണ്ട് പ്രശ്നങ്ങൾ. സ്തോത്രം. ഇവിടെ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. തിരിച്ചു വന്ന ഹന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങി വന്ന ഹന്നയിൽ പ്രത്യേകത കാണുവാൻ തുടങ്ങി. പിന്നെ അവളുടെ മുഖം വാടിയത്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. വാഗ്ദത്തം പോലെ തന്നെ സൗമ്യൽ തുറന്നു. അവൾ പറഞ്ഞ പോലെ തന്നെ ആ ഫീഡിങ് ടൈം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ അവനെ കൊണ്ടുവന്നാക്കി. നമ്മൾ വിചാരിക്കും ഹന്നയ്ക്ക് അനുഗ്രഹം ബ്ലോക്ക് ചെയ്തു. അങ്ങനല്ല. ദൈവത്തിന് സംസാരിപ്പാൻ ആലയത്തിൽ ഒരാളായി. ആലയത്തിലെ വിളക്ക് കെടുത്തുവാൻ ആലയത്തിൽ ഒരു ശുശ്രൂഷകനായി. ദൈവത്തിന്റെ ചാർജിൽ അതൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. വൃദ്ധനായ പുരോഹിതനായ ഏലിക്ക് ഒരു കൂട്ടായി. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇസ്രായേലിൽ ഒരു വിശ്വസ്ത പ്രവാചകനുണ്ടായി. ദാൻ മുതൽ ബേർശേബ വരെ അവൻ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നു. അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര പാനിക്കാവുന്ന ചിലർ ഉള്ളിരിപ്പുണ്ട്. അവരോട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ആ ബ്ലോക്ക് ദൈവം വരുത്തിയതാണ്. അത് നിന്നെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നിനക്ക് അപ്പുറത്തായ ചില കാര്യങ്ങളാണ്. ഹന്നയെ നിന്നെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, നിനക്കപ്പുറത്തായ ഒരു വിശ്വസ്ത പ്രവാചകനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആ കാലങ്ങളിൽ ദൈവത്തിന് സംസാരിപ്പാൻ ആരുമില്ല. പുരോഹിതനോടാണ് സംസാരിക്കേണ്ടത്. പുരോഹിതനോട് സംസാരിപ്പാൻ കഴിയുന്നത്. എന്നാൽ ദൈവശബ്ദം കേട്ടാൽ പുരോഹിതന് മനസ്സിലായി എങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ ചെന്ന് കിടന്നപ്പോൾ ശൗമേലേ എന്ന് വിളിച്ചു.
നമ്മൾക്കറിയാവുന്ന ഭാഗം. എങ്കിലും ഓടി ഏലിയുടെ അടുത്ത് വന്നു, എന്നെ വിളിച്ചു. രണ്ടാമതും അങ്ങനെ തന്നെ വന്നു. പുരോഹിതൻ പറഞ്ഞു, ഇനി നിന്നെ വിളിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അരുളി ചെയ്യണമേ. അടിയൻ ഇവിടുന്ന് യോഗത്തിന് വന്ന് എത്ര പേര് ഈ പ്രാർത്ഥിച്ചു, കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. എത്ര ഉണർവ് യോഗമാണെങ്കിലും വലിയ ബില്ലിഗ്രഹം പ്രസംഗിച്ചാലും ഹല്ലേലൂയ, നീ സ്വന്തമായി ദൈവത്തോട് പറയാം, കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറയാ ദൈവം നിന്നോട് സംസാരിക്കുക. ഇന്ന് ആർക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവെ നിന്റെ പക്കൽ എനിക്ക് തരാനുള്ളതുണ്ട്, അതെനിക്ക് തരണമേ എന്ന് യോഗത്തിന് വന്നിരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലേ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നാൽ ഒരുപാട് വർഷങ്ങളായി അനുഭവിക്കുന്ന വേദനയ്ക്ക് ശമനമായി. ഒരുപക്ഷെ ശാരീരിക വേദനയായിരിക്കും, നിരന്തരമായി രോഗിയായിത്തീരുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി എന്നെ സൗഖ്യത്തോടെ അയക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ശമൂവേലിന്റെ ജീവപര്യന്തം അവൻ ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്തു. ഹല്ലേലൂയ. ദൈവം നോക്കിയത് എന്റെ കർത്താവ്, ദൈവം അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല, അതെനി ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം. ഹന്നയേക്കാൾ ഉപരി ദൈവത്തിന്റെ ദൂതറിയിപ്പാനായ ഒരു പ്രവാചകനെ ദൈവം കണ്ടു. ന്യായപാലനം ന്യായമായി ചെയ്യാത്ത ന്യായാധിപന്മാരെ എല്ലാം മാറ്റിക്കൊണ്ട് ശമൂവേൽ ഒടുവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയും ഒരാടിനെയോ അല്ലെങ്കിൽ കാളയോ ഞാൻ മോഹിച്ചിട്ടില്ല. സ്തോത്രം. വളരെ ശക്തമായ ദൈവം തന്ന ശുശ്രൂഷ ചെയ്തേ ഉള്ളൂ എന്ന് ധൈര്യത്തോട് പറയുവാൻ വിശ്വസ്തനായ ഒരു പ്രവാചകനെ ദൈവം ആ തലമുറയിൽ ഹന്നയിൽ കൂടി പുറത്തു കൊണ്ടുവന്നു. വെറുതെ നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പരിഹാസവും നിന്നയും ദൂഷ്യവും ഒക്കെ ഒരു സൈഡിൽ ഉണ്ടായിരിക്കാം. ഒന്നും മറുപടി പറയാതെ ദൈവസന്നിധിയിൽ എത്ര പേർ തങ്ങളുടെ ഹൃദയങ്ങളെ പകരും, അവർക്ക് മറുപടിയുണ്ട്. സ്തോത്രം. കേൾക്കാൻ ഒരുപക്ഷെ ഷെയർ ചെയ്യാനില്ല. പെനീനെ പരിഹസിക്കുന്നുണ്ട്, ചുറ്റുമുള്ളവരൊക്കെ പരിഹസിക്കുന്നുണ്ട്. പുരോഹിതൻ, ആലയത്തിലെ പുരോഹിതൻ പോലും വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല. നിന്നെ നന്നായി അറിയുന്ന കർത്താവ്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ, തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് പാടുന്നേ. ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. വേദന കൊണ്ട് ശരീരം പൊളഞ്ഞപ്പോൾ ഹല്ലേലൂയ, കർത്താവ് എന്താണ് ഇങ്ങനെ വേദനയെന്ന് ചോദിക്കുന്ന പലരും ഇവിടെയുണ്ട്. സ്തോത്രം. അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, തലമുറയെക്കുറിച്ചുള്ള ഭാരമാകാം. ഹല്ലേലൂയ. എല്ലാ വേദനയും ഇറക്കി വയ്ക്കുവാൻ ഒരിടം നമുക്ക് ദൈവസന്നിധി ഉണ്ട്. അതിനാരും കൂട്ട് വേണമെന്നില്ല, ഒരു സപ്പോർട്ട് എങ്ങൊന്നും വേണമെന്നില്ല. ഹല്ലേലൂയ. ഒന്നും ആരും ഉത്സാഹജനകമായി പറയണമെന്നില്ല. എന്നാൽ നിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നിന്നെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്ന, നിനക്ക് അപ്പുറത്തായി നിന്നിൽ കൂടി ഒരു നല്ല തലമുറയെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച എല്ലാവരും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വിശ്വസ്ത പ്രവാചകനെ ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമൊക്കെ സംസാരിക്കുന്നവരാണ്. ശമൂവേലാണ് ചെന്നിട്ട് ഏലിയോട് തൻ്റെ കുടുംബത്തിൻ്റെ നാശം പറഞ്ഞു. ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് ഏലി പറഞ്ഞു. അവനൊന്നും മറച്ചു വയ്ക്കില്ല. മക്കൾ രണ്ടും മരുമക്കളും എല്ലാവരും ഒരു ദിവസം തന്നെ പട്ടുപോയി. ഏലിയും അന്ന് തന്നെ മരണപ്പെട്ടു. സ്തോത്രം. ഇതാരോടൊന്ന് പറയും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവത്തിന് നിന്നോട് പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് എത്ര പേര് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് നമ്മോട് ഇന്ന് രാത്രിയിലും ചില സന്ദേശങ്ങൾ പറയുവാനുണ്ട്, അറിയിക്കുവാനുണ്ട്. അത് ദൈവജനത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളിനെ ലഭിച്ചു. ഹന്ന പറഞ്ഞ പോലെ ചെയ്തു കേട്ടോ. ആ പൈതലിനെ ഏലിയുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ ബാലനായിട്ട് ഞാൻ ദൈവത്തോട് ചില വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു. അവനെൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് തോന്നി. ഹല്ലേലൂയ. ഭയങ്കര ധൈര്യമുള്ള ഒരു സഹോദരിയായിരുന്നു. ആശിച്ചിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. സഹോദരൻ. ഹല്ലേലൂയ. അവൻ കളിക്കാൻ അല്ലെങ്കിൽ ആ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ഹല്ലേലൂയ. അവനെ കൊണ്ടൊന്ന് വേർപെടുത്തി അവിടെ താമസിപ്പിക്കുന്നത്. എന്നാൽ ദൈവം അവനെ ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ടോ? ഹല്ലേലൂയ. ആർക്കാണ് നാട്ടിൽ പലവിധ പ്രശ്നങ്ങളും ഭാരങ്ങളുമായിട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പുറകിൽ ഒരു വലിയ ടാർഗറ്റ് ഉണ്ട്. ദൈവം നിന്നെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, നിന്നിൽ കൂടി ചേരുന്ന ചില നന്മകളെയാണ്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ.